ദ ജേർണലിസ്റ്റിലേക്ക് അങ്ങനെ നമ്മൾ ഭയന്നത് സംഭവിക്കുകയാണ്. ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആ ചുമന്ന ബട്ടൺ അമർത്തിയതോടെ നിരനിരയായി ബോംബുകൾ തയ്യാറെടുത്തിരിക്കുകയാണ്. ഇതുവരെ ചരിത്രത്തിൽ കാണാത്ത വിധത്തിലുള്ള ഏറ്റവും വലിയ ആക്രമണം ഇറാനു നേരെ ഉണ്ടാവുകയാണ്. ഇതിൽ ഇനി ആശയക്കുഴപ്പം വേണ്ട, അവ്യക്തത വേണ്ട. ഇറാനെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ തയ്യാറാക്കിയ സമഗ്ര പദ്ധതിക്ക് അമേരിക്ക അനുവാദം കൊടുത്തു. അമേരിക്കയുടെ കൂടി സാമ്പത്തിക ആയുധ സഹായത്തോടുകൂടി ഇറാനു നേരെ ഇതുവരെ കാണാത്ത വലിയ ആക്രമണത്തിന് തയ്യാറെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ അത് ആരംഭിക്കാൻ പോവുകയാണ് എന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ഇറാൻ എന്ന് പറയുന്നത് എപ്പോഴും അമേരിക്കയെയും ഇസ്രായേലിനെയും വല്ലാതെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നു എന്നതും തദ്ദേശീയമായി അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിക്കുന്നു എന്നുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ ഇങ്ങനെ വളരുന്നത് അമേരിക്കയും അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രോക്സി രാജ്യമായ ഇസ്രായേലും വളരെ വളരെ ആശങ്കയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. അമേരിക്ക ആണവ രാജ്യമാണ്, പക്ഷേ ഇറാൻ ആണവ രാജ്യമാകുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട്. അമേരിക്കയുടെ ഈ നിലപാട് ഇരട്ടത്താപ്പാണെന്നും ഈ ഇരട്ടത്താപ്പ് വെച്ചുകൊണ്ട് ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ വന്നാൽ വിവരമറിയുമെന്നുമാണ് ഇറാൻ നേരത്തെ മുതൽ പറഞ്ഞു പോന്നിരുന്നത്. എന്നാൽ പൊടുന്നനെ ഈ കഴിഞ്ഞ മാസം ഇസ്രായേൽ ഒരു കണ്ടെത്തൽ നടത്തുകയാണ്. ആ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇറാനെ ഇനിയും വളരാൻ അനുവദിക്കരുത്. ഇറാൻ വളർന്ന് തങ്ങളുടെ തലയ്ക്ക് മുകളിലായിരിക്കുന്നു. അത്യാധുനിക ആയുധങ്ങൾ, ഏത് നിമിഷവും ഇസ്രായേലിനെ പൊട്ടിച്ചു കളയാൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ തുടങ്ങിയവയുടെ വലിയൊരു ശേഖരം ഇറാൻ്റെ പക്കലുണ്ട്. അതുകൊണ്ട് ഇറാൻ ഇനിയും വളർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏത് നിമിഷവും ഇസ്രായേലിന് നേരെ ഒരു വലിയ ആക്രമണം ഉണ്ടാകും. അത് തടുത്തേ പറ്റൂ, അത് അവസാനിപ്പിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇറാനെ അടിച്ച് നിലംപരിശാക്കണം എന്ന നിലയിലേക്ക് തന്നെ നിലപാട് സ്വീകരിച്ച് ഇസ്രായേൽ അമേരിക്കയെ ബന്ധപ്പെടുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക് വിമാനം കയറി അവിടെ ചെന്ന് അതിവേഗം നെതന്യാഹുവുമായി ചർച്ച നടത്തുന്നു. വികസന കാര്യങ്ങളെക്കുറിച്ചും ഒന്നിച്ചുള്ള മുന്നോട്ട് പോക്കിനെക്കുറിച്ചുമാണ് ചർച്ച എന്നൊക്കെയാണ് ആദ്യഘട്ടത്തിൽ വാർത്തകൾ വന്നത്. എങ്കിലും ഇറാനെ തകർക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലെന്ന് പിന്നീട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടു. ഇപ്പം ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ഇറാനെതിരായ ആ നിർണായകമായ നീക്കം ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ആക്രമണമായിരിക്കുമെന്ന് കരുതാൻ കഴിയുന്ന വിധത്തിലുള്ള മാസങ്ങളോളം നീണ്ടുനിന്ന വലിയ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടുവന്ന ഇസ്രായേലിൻ്റെ ആ പദ്ധതി, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ആ യുദ്ധ നീക്കം, അത് അമേരിക്ക അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. അതായത് പണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എടുക്കുന്ന നിലപാടുകളെക്കുറിച്ച് ചില രാഷ്ട്രീയ നിരീക്ഷകർ, യുദ്ധ നിരീക്ഷകരൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യം, ഈ ട്രംപിന് മുന്നിലൊരു റെഡ് ബട്ടൺ ഉണ്ട്. അതായത് ഈ ലോകത്തെ തന്നെ പല രാജ്യങ്ങളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ചില ആയുധങ്ങളുണ്ട്. അപ്പോൾ ഈ ആയുധങ്ങൾ പുറത്തെടുക്കേണ്ട അവസരം വന്നാൽ ട്രംപ് റെഡ് ബട്ടൺ അമർത്തും. അങ്ങനെ അമർത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ തടയാൻ ആർക്കും കഴിയില്ല എന്നുള്ള ഒരു പ്രയോഗമുണ്ട്. അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. പക്ഷേ ഇറാൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന് പറയാവുന്ന വിധത്തിലാണ് ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നത്. ഇസ്രായേൽ പറയുന്നത് ഇറാൻ ഒരു ആണവ രാജ്യമായി കഴിഞ്ഞു. ഇറാനും അത്തരത്തിലുള്ള സൂചനകൾ നൽകിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഇറാൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാൻ അവിടുത്തെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഞങ്ങളും യുദ്ധസജ്ജരാണ്, ഏതു തരത്തിലുള്ള തിരിച്ചടിക്കും ഞങ്ങൾ തയ്യാറാണ്, സകല സന്നാഹങ്ങളും ഞങ്ങളുടെ പക്കലുണ്ട്, ഇനി അമേരിക്കയായാലും ഇസ്രായേലായാലും വരുന്ന പാശ്ചാത്യ ശക്തികൾക്ക് മുന്നിൽ ഒരു തരത്തിലും കീഴടങ്ങില്ല, അടിയറവ് പറയില്ല, ഞങ്ങൾ നിരന്തരം അതിനെതിരെ പ്രതിരോധിക്കും, തിരിച്ചടിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് തൊട്ടു മുമ്പുള്ള ദിവസം ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയിൽ പറഞ്ഞത് ഇനിയും ഇസ്രായേലിന് മുന്നിൽ തോറ്റുകൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ നിരന്തരമായി ഇടപെടുന്ന ഇസ്രായേലിൻ്റെ നയങ്ങൾക്ക് എതിരെ ഞങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കും. ഇനി ആക്രമിക്കാനാണ് വന്നതെങ്കിൽ
തിരിച്ച് ശക്തമായ പ്രത്യാക്രമണം നടത്തുമെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയവും പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഇറാന്റെ പ്രസിഡന്റും വിദേശകാര്യ മന്ത്രാലയവും അതുപോലെ തന്നെ അവരുടെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖാംനെയും ഒക്കെ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇനി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ്. ഇതിനു മുമ്പ് തന്നെ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണത്തിന് അധികം വൈകാതെ തന്നെ ചുട്ട മറുപടി കൊടുക്കുകയും അതും ലോകത്ത് ഒരു രാജ്യത്തിന്റെ സഹായവുമില്ലാതെ ഒറ്റയ്ക്കാണ് ഇറാൻ തിരിച്ചടിച്ചത്. ഇപ്പുറത്ത് നമ്മൾ ഇസ്രായേലിനെ നോക്കുക. എന്ത് വന്നാലും ഇസ്രായേലിന് അമേരിക്ക ഉണ്ടെങ്കിലേ പറ്റൂ. അമേരിക്കയുടെ സാമ്പത്തിക സഹായം, സൈനിക സഹായം, അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഉപദേശം, അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഇടപെടലുകൾ, ഏറ്റവും ഒടുവിൽ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അമേരിക്കയുടെ നയതന്ത്ര ഇടപെടലുകൾ, അങ്ങനെ ഇസ്രായേൽ നിലനിൽക്കുന്നത് തന്നെ, അല്ലെങ്കിൽ ഈ യുദ്ധമെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ മുഴുവൻ വെല്ലുവിളിച്ച് ആക്രമിക്കുന്നത് തന്നെ അമേരിക്കയുടെ ഒരു ബാക്കപ്പിലാണ്. അമേരിക്കയുടെ ബാക്കപ്പ് ഇല്ലെങ്കിൽ ഇസ്രായേൽ ദാ തീർന്നു എന്ന മട്ടിലേക്ക് തന്നെ വിലയിരുത്തേണ്ടി വരും. കാരണം നമ്മൾ ഈ യുദ്ധ സാഹചര്യം, ഇതുവരെ ഉണ്ടായിരുന്ന 2 വർഷക്കാലത്തോളം ഉണ്ടായിരുന്ന യുദ്ധ സാഹചര്യം പരിഗണിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാലം അമേരിക്കയുടെ ബാക്കപ്പ് ഇല്ലാതെ ഒരു ഇടപെടലുകളും, ഒരു ഒത്തുതീർപ്പുകളോ അല്ലെങ്കിൽ ഒരു യുദ്ധമോ ഒന്നും ഇസ്രായേൽ നടത്തിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിന് അമേരിക്ക പിന്തുണ കൊടുത്താൽ പിന്നെ ഇസ്രായേലിന് ധൈര്യമായി എന്തും ചെയ്യാനുള്ള ലൈസൻസായി. ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയുടെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്ന കാര്യം, ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വം അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നീങ്ങാനുള്ള സർവ്വ അവകാശവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ തങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി എന്ത് ചെയ്താലും അമേരിക്ക പിന്തുണയ്ക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാനിലേക്ക് യുദ്ധവുമായി നീങ്ങുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ പദ്ധതി. ആ പദ്ധതിക്ക് ട്രംപ് അനുമതി കൊടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അങ്ങനെ വരുമ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് ചോദ്യം. ഏറ്റവും പ്രധാനമായി സംഭവിക്കാൻ പോകുന്നത് ഇറാനിലേക്ക് ഒരു വലിയ വ്യോമാക്രമണം ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടുള്ള സന്നാഹങ്ങൾ മുഴുവൻ ഇസ്രായേലിൻ്റെ പക്കലുണ്ട്. അതായത് ഗസ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ് വെടിനിർത്തൽ കരാറിന് ശേഷവും അത് ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ നിരന്തരമായി ഗസയിൽ ആക്രമണം നടത്തിയിരുന്നു. പക്ഷേ ആ ആക്രമണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്രായേൽ ഞെട്ടിക്കുന്നൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. ഏതാണ്ട് 70% വരുന്ന ഹമാസിൻ്റെ തുരങ്കങ്ങൾ ആക്റ്റീവാണ്. അപ്പോൾ ഈ തുരങ്കങ്ങളിലേക്ക് കടന്നു കയറി ആ തുരങ്കങ്ങൾ മുഴുവൻ ഇല്ലാതാക്കാനൊക്കെ സൈനികരെ ഉപയോഗിച്ചാൽ വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാവും. ഗറില്ല വാർഫ്രണ്ട് എന്ന് പറയുന്ന വാർഫ്രണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടാൽ അത് ഇസ്രായേലിന് വലിയ സൈനിക നാശമുണ്ടാക്കും. ആഗോളതലത്തിൽ ഇസ്രായേലിന് വലിയ തിരിച്ചടി കിട്ടും. എന്ന് മാത്രമല്ല, ഇസ്രായേലിലെ ജനങ്ങൾ പോലും ഇനിയും എന്തിനാണ് ഗസയിൽ കിടന്ന് യുദ്ധം ചെയ്യുന്നതെന്ന് ചോദിക്കും. കാരണം ബന്ദികളെ മുഴുവൻ തിരിച്ചു കിട്ടി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, പ്രതിബന്ധം എന്ന് പറയുന്നത് ഈ ബന്ദികളെ തിരിച്ചു കിട്ടാത്തതായിരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ വെടിനിർത്തൽ കരാറുണ്ടായപ്പോൾ ബന്ദികളെ മുഴുവൻ തിരിച്ചു കിട്ടിയ സാഹചര്യമാണ്. അപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് അയാളുടെ ഭാഗം സേഫായി. അദ്ദേഹത്തിന് ഇനി പറയാം, ഞാൻ ബന്ദികളെ മുഴുവൻ തിരിച്ചു കൊണ്ടുവന്നു എന്നൊക്കെ വീരസ്യം പറയാം. ഹമാസിൻ്റെ കരുണയിൽ എഴുതി തയ്യാറാക്കിയ ഒരു വെടിനിർത്തൽ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ നടന്നതെങ്കിലും തന്നെ പേടിച്ച് ഹമാസ് കീഴടങ്ങി എന്നൊക്കെ വേണമെങ്കിൽ നെതന്യാഹുവിന് തട്ടിവിടാം. എന്തായാലും അങ്ങനെ ഒരു തട്ടിവിടലും അങ്ങനെയുള്ള തള്ളുകളും ഒക്കെ ഇസ്രായേലിൽ നടക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ നിശബ്ദമായി മുന്നോട്ട് പോയാൽ തൻ്റെ അധികാരത്തെ പോലും അത് ബാധിക്കുമെന്ന ഭയം നെതന്യാഹുവിന് വന്നിട്ടുണ്ട്. എന്താണ് കാരണമെന്നറിയോ? ഇസ്രായേലിൽ നെതന്യാഹു അഴിമതി കേസിൽപ്പെട്ടിരിക്കുകയാണ്, നമുക്കൊക്കെ അറിയാം. അതിൻ്റെ പ്രോസിക്യൂഷൻ നടപടികൾ വേഗത്തിലാവുകയാണ്. ഒപ്പം ഇസ്രായേലിലെ ജനങ്ങൾ പ്രതിപക്ഷത്തോടൊപ്പം ചേർന്ന് ഒരു വലിയ വിഭാഗം തെരഞ്ഞെടുപ്പ് വേണം, ഇസ്രായേൽ യുദ്ധം കഴിഞ്ഞല്ലോ, ഇനി തെരഞ്ഞെടുപ്പ് വരട്ടെ, ഭരണം മാറട്ടെ, ഇസ്രായേലിൻ്റെ ജനാധിപത്യമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകട്ടെ എന്ന് പറയുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് നെതന്യാഹു ഇറാൻ കരുത്താർജിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുമായി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും യുദ്ധം ചെയ്ത് അധികാരം നിലനിർത്താമെന്ന നെതന്യാഹുവിൻ്റെ അധികാര കൊതിയുടെ ഭാഗമാണ് ഈ യുദ്ധം എന്നൊക്കെ പറയുന്നവരുണ്ട്. എന്തായാലും ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യമെന്ന് വെച്ചാൽ, ഈ പറയുന്നൊരു 6 മാസത്തോളം വരുന്നൊരു കാലയളവുണ്ട്. അതായത് വലിയ തോതിലുള്ള യുദ്ധം ഇല്ലാതിരുന്ന സമയം. ഈ സമയം ഇറാൻ ചെയ്തിരുന്നത്, ഇറാൻ ഏതാണ്ട് 1 വർഷത്തിലേറെയായി ഇസ്രായേലിന് അപ്പുറം എത്താൻ കഴിയുന്ന, അല്ലെങ്കിൽ അത്രയും ദൂരപരിധിയിൽ പോകാൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈലുകളുടെ ഒരു വലിയ ശേഖരം, ഹൈപ്പർസോണിക്, സൂപ്പർസോണിക് മിസൈലുകളുടെ ഒക്കെ ഒരു ഗംഭീര ശേഖരം ഉണ്ടാക്കുകയാണ്. ഇറാൻ്റെ ആയുധബലത്തെക്കുറിച്ച് ഇനി ആർക്കും ഒരു സംശയവും ഉണ്ടാകില്ല. കാരണം ഇത്രയും നാൾ പലരും പറഞ്ഞുകൊണ്ടിരുന്നത് ഇറാൻ സെക്കൻഡ് ഹാൻഡ് ആയുധങ്ങളാണ്, അവിടെ ആയുധങ്ങളൊന്നും കൊള്ളില്ല എന്നൊക്കെയായിരുന്നു. പക്ഷെ 13 ദിവസം നിർത്താതെ ഇസ്രായേലിനെ തുരത്തി അടിച്ച ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകളുടെ ശ്രേണി അത് ഗംഭീരമാണ്. അതായത് അത്രയും കൃത്യതയുള്ളതാണ് എന്ന് ലോകം തിരിച്ചറിഞ്ഞു. എന്ന് മാത്രമല്ല, അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക കേന്ദ്രം നിലനിൽക്കുന്ന ഖത്തറിലെ സൈനിക കേന്ദ്രത്തിലേക്ക് പോലും മിസൈലുകൾ തൊടുത്തുവിട്ട് ലക്ഷ്യം കാണാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇറാൻ്റെ ആയുധബലത്തെ ഇനി കുറച്ച് കണ്ടിട്ട് കാര്യമില്ല.
അതുപോലെ സൈനിക ശക്തിയിലായാലും ഈ ഡ്രോണുകളുടെ ശേഖരമായാലും ഒക്കെ ഇറാന് വളരെ കൂടുതലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാനുമായിട്ട് നേരിട്ട് അടിക്കുക എന്നുള്ളത്, അതായത് ഒരു കരയുദ്ധത്തിലൂടെയും മറ്റും ഇറാനെ ആക്രമിക്കുക എന്നുള്ളത് ഭൂമിശാസ്ത്രപരമായിട്ട് പോലും ഇസ്രായേലിന് കഴിയില്ല. കാരണം ഇറാൻ്റെ ഒരു പരിതസ്ഥിതി അങ്ങനെയാണ്, ഭൂപ്രകൃതി അങ്ങനെയാണ്. ഒരു വലിയ കുന്നുകളാൽ ചുറ്റപ്പെട്ട സുരക്ഷിതമായ പ്രദേശങ്ങളാണ്. ഇറാൻ്റെ ആയുധശേഖരങ്ങൾ മുഴുവനും തന്നെ ഭൂഗർഭ അറകളിലാണ്. അവിടേക്കൊക്കെ ഇസ്രായേലിന് എത്തിപ്പെടുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. കാരണം ഹമാസിൻ്റെ ഭൂഗർഭ അറകൾ പോലും ഇതുവരെ കൃത്യമായി തകർക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇസ്രായേലിന് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇസ്രായേലിന് മുമ്പിലുള്ള ഒരേ ഒരു നീക്കം എന്ന് പറയുന്നത് ഇറാനിലേക്ക് നിരന്തരമായി ബോംബുകൾ വർഷിക്കുക എന്നുള്ളതാണ്. ഇതിനു മുമ്പും ഇസ്രായേൽ ചെയ്തത് അതാണ്. ഇറാൻ്റെ മണ്ണിലേക്ക്, ഭൂമിയിലേക്ക് സൈനിക കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ആണവ കേന്ദ്രങ്ങളൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് നിരന്തരമായ ഫൈറ്റർ ജെറ്റുകളുടെ പ്രയോഗമായിരിക്കും. ബോംബുകളുടെ പെരുമഴ, ബോംബുകളുടെ പേമാരി എന്ന് പറയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. ഇത് മാത്രമല്ല, ഇതിന് അമേരിക്കയുടെ വലിയ ആയുധ ശേഖരങ്ങളും കൂട്ടു നിൽക്കും. ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ് അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്ന അവരുടെ ഏറ്റവും വലിയ ബോംബ് ശേഖരമൊക്കെ പ്രയോഗിച്ച് നമ്മൾ കണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ബോംബുകളുടെ വലിയ പ്രയോഗവും ഫൈറ്റർ ജെറ്റുകളുടെ പ്രയോഗവും ഒക്കെ അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് നിരീക്ഷകർ ഇപ്പോൾ വിലയിരുത്തുന്നത്. കാരണം അത്രയും ഓപ്പണായിട്ട് തന്നെ ഇസ്രായേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇറാനെ ആക്രമിക്കണം. അത് അമേരിക്കയോട് പറഞ്ഞു, അമേരിക്ക അനുവദിച്ചു. ഇപ്പുറത്ത് ഇറാൻ സജ്ജമാണ് എന്ന് പ്രഖ്യാപിച്ചു. ഇതിനു മുമ്പൊക്കെ ഇസ്രായേലും ഇറാനും തമ്മിൽ ആക്രമണം ഉണ്ടാകുന്നതിന് മുമ്പ്, ദിവസങ്ങൾക്ക് മുൻപ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്പോരുകൾ ഉണ്ടാകും, ട്രംപിന്റെ ഇടപെടലുകൾ ഉണ്ടാവും, ട്രംപ് അനുമതി നൽകും. അധികം വൈകാതെ ഇസ്രായേൽ ഇറാനിലേക്ക് കയറി ആക്രമിക്കും. ഇതിനു മുമ്പ് 2 തവണയും അങ്ങനെയാണ് സംഭവിച്ചത്. സമാനമായ രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോൾ അധികം വൈകാതെ ഒരു വലിയ ബോംബാക്രമണം ഇറാനിലേക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനുശേഷം ഇറാൻ പ്രതികരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ ആക്രമിക്കാൻ തീരുമാനിച്ചാൽ വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യമൊന്നുമില്ല, ആക്രമിക്കും. സ്വാഭാവികമായിട്ടും ഇറാൻ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതായിരിക്കും ലോകം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റെഡ് ബട്ടൺ അമർത്തി എന്ന് പറയാവുന്ന ആലങ്കാരികമായ ഒരു സാഹചര്യം വന്നിരിക്കുന്നു. ഇനി ഇറാനിലേക്ക് ഇസ്രായേലിൻ്റെ വലിയ ബോംബാക്രമണം ഉണ്ടാകും എന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് ലോകത്തെ സംബന്ധിച്ച് വളരെ നടുക്കമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം പശ്ചിമേഷ്യ ഒന്ന് സമാധാനത്തിലേക്ക് പോകുന്നു, പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യം ഒഴിയുന്നു, വലിയ തോതിൽ യുദ്ധമില്ലാത്തൊരു നല്ല നാളെ പശ്ചിമേഷ്യയിൽ ഉണ്ടാകും തുടങ്ങിയ പ്രതീക്ഷകളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പശ്ചിമേഷ്യയെ മുഴുവൻ ഭയപ്പാടിലാക്കുന്ന വിധത്തിലേക്ക് വീണ്ടും ഗുരുതരമായ യുദ്ധ സാഹചര്യം ഉണ്ടാകുന്നത്. 2 വർഷങ്ങൾക്കിപ്പുറവും വീണ്ടും ഒരു വലിയ യുദ്ധം പശ്ചിമേഷ്യയിൽ വരാൻ പോകുന്നു എന്നുള്ളത് ലോകം നടുങ്ങുന്ന കാര്യം തന്നെയാണ്. അവസാനിച്ചു എന്ന് കരുതിയിടത്ത് വീണ്ടും ഒരു വലിയ യുദ്ധത്തിൻ്റെ കാഹളം ഉയരുകയാണ്.